പേജ് നമ്പർ 65 ആണ് നമ്മളിപ്പോ ഇന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പേജ് നമ്പർ 65. അതിൽ നമ്മൾ അന്ന് കോഴിയമ്മ ചെയ്തത് എന്തെല്ലാം കണ്ടോ? നിങ്ങൾ 65-ാമത്തെ പേജ്. ഓ അതാണോ മോളിപ്പോ പറയുന്നത്? ഓക്കെ, എന്നാ രണ്ടാമത്തത് അല്ലേ? ആക്ടിവിറ്റി രണ്ടാമത്തെ അല്ലേ മോള് പറയുന്നത്? ഇപ്പൊ വാക്യം കണ്ടെത്താം എന്നുള്ളതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ ഉത്തരം കണ്ടെത്താം എന്ന് കണ്ടോ? 65 ഫസ്റ്റ് പേജ് നമ്പർ 65-ാമത്തെ പേജില് കോഴിയമ്മ ചെയ്തത് എന്തെല്ലാം എന്നുണ്ട് അല്ലേ? ബ്ലൂ കളറിൽ എഴുതിയാണ് കോഴിയമ്മ ചെയ്തത് എന്തെല്ലാം. അതിൽ കോഴിയമ്മ നെന്മണി കൊത്തിപ്പെറുക്കി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് 2 ലൈനാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 4 കാര്യങ്ങൾ എഴുതാണ്ട്. നമ്മൾ 2 കാര്യങ്ങളെ അവിടെ എഴുതിയുള്ളൂ. 4 കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാണ് എഴുതേണ്ടത്? നെന്മണി ഒരിടത്ത് കൂട്ടി വെച്ചു, ഒന്നാമത്തത് അല്ലേ? പിന്നെന്ത് ചെയ്തു? നെല്ല് കുത്തി, അരി ഇടിച്ചു, അപ്പം ചുട്ടു അല്ലേ? 4 കാര്യങ്ങൾ കോഴിയമ്മ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ 2 കാര്യങ്ങൾ എഴുതിയുള്ളൂ. നിങ്ങൾക്ക് കോമ ഇട്ടിട്ട് വേണമെങ്കിൽ അവിടെ എഴുതാ എന്നാണ് മിസ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ? 2 കാര്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്. നിങ്ങൾക്ക് 4 എഴുതാം കേട്ടോ. വേണമെങ്കിൽ അത് കോമ ഇട്ടിട്ട് എഴുതിക്കോ. സ്ഥലം ഉള്ളവർക്ക് എഴുതിക്കോ. എന്തൊക്കെ? കോഴിയമ്മ നെന്മണി അല്ല, കോഴിയമ്മ എന്താ ചെയ്ത്? ആദ്യത്തത് നെന്മണി ഒരിടത്ത് കൂട്ടിവെച്ചു അല്ലേ? കൊത്തി കൊത്തി പറക്കിയിട്ട് കൂട്ടി വെച്ചില്ലേ? പിന്നെ എന്താ ചെയ്തത്? നെല്ല് കുത്തി. അടുത്തത് അരി ഇടിച്ചു. 4-മത്തത് അപ്പം ചുട്ടു. ഇത്രയും കാര്യങ്ങളാണ് കോഴിയമ്മ ചെയ്തത്. നമ്മൾ 2 കാര്യങ്ങളല്ലേ എഴുതിയുള്ളൂ. എന്തൊക്കെയാ എഴുതിയത് മക്കളെ? നമ്മള് എന്താ എഴുതിയത് അലൻ? അരി ഇടിച്ചു, അപ്പം ചുട്ടു. 2 കാര്യങ്ങളാണ് നമ്മൾ എഴുതിയത്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരിടത്ത് നെല്ല് കൂട്ടി വെച്ചതും നെല്ല് കുത്തിയതും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതുക. എന്ത്? നമ്മൾ എഴുതിയതിന്റെ ബാക്കിലായിട്ട് അതിന്റെ കോമ ഇട്ടിട്ട് എഴുതിക്കോ. എന്ത്? ശ്രദ്ധിക്കുക, നമ്മൾ അരി ഇടിച്ചു അപ്പം ചുട്ടു എന്നാ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് കോമ ഇട്ടിട്ട് എഴുതാ. എന്ത്? നെല്ല് കുത്തി. സ്ക്രീൻ ഷെയർ കാണുന്നില്ലേ മക്കളെ നിങ്ങൾക്ക് ചെയ്യുന്നത്? ഒന്ന് പിന്നെന്താ ചെയ്തത്? നെല്ല് കുത്തി അല്ലേ? ആ ഫസ്റ്റിന്റെ ആണ് മിസ് ഇപ്പം പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ഇപ്പൊ ആരോ പറഞ്ഞത് എനിക്ക് അങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ആദ്യത്തെ ലൈനിൽ നിങ്ങൾ കോമ ഇട്ടിട്ട് നമ്മൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറം കോമ ഇട്ടിട്ട് ഇത് എഴുതുക. നെല്ല് കുത്തിന്ന് എഴുതുക. പിന്നെന്താ ഇതിന്? നെന്മണി ഒരിടത്ത് കൂട്ടി വെച്ചു എന്ന് എഴുതണം. അതായിരുന്നു നമ്മൾ ഫസ്റ്റിൽ എഴുതേണ്ടതായിരുന്നു. മിസ് പിന്നെ അത് 2 എഴുതിയാൽ മതിയല്ലോ എന്നാ കരുതിയത്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ? ഒരിടത്തു കൂട്ടി വെച്ചു.
ഓക്കെ, അപ്പൊ ഈ 2 കാര്യം കൂടെ എഴുതിയ 4 കാര്യങ്ങൾ കോഴിയമ്മ ചെയ്തു അല്ലേ? എന്തൊക്കെയാണ്? ആദ്യം നെന്മണി ഒരിടത്ത് കൂട്ടി വെച്ചു, പിന്നെന്ത് ചെയ്തു? നെല്ല് കുത്തി, അരി ഇടിച്ചു, അപ്പം ചുട്ടു. ഓക്കെ അല്ലേ? 4 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 എഴുതി, ഇപ്പൊ 2 കൂടി എഴുതി. ഇനി രണ്ടാമത്തെ ആരോ ഡൗട്ട് ചോദിച്ചത് എന്താണ്? വാക്യം കണ്ടെത്താം എന്നുള്ളതില് കൊത്തിപ്പെറുക്കാം, നെന്മണി, ദാഹജലം, അരിയിടിച്ചു, ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? വാക്യം കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കഥയിൽ തന്നെ ആ റെഡിങ്കിൽ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? നമ്മള് വായിക്കുന്ന സമയത്ത് തന്നെ ആദ്യം എന്താണ്? കൊത്തിപ്പെറുക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയാണല്ലോ മക്കളെ, അല്ലേ? രണ്ടാമത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയല്ലേ? ദാഹജലം വരെ എഴുതിയാണ് അല്ലെ? അരി ഇടിച്ചു എന്നുള്ളതാണ് നമ്മൾ എഴുതാനുള്ളത്. പിന്നെ ആരാണ്? ഐഫുനെയാണോ എഴുതാത്തത്? ആരോ എഴുതിയില്ല, അപ്പൊ ഒന്നുകൂടി എഴുതേണ്ടി വരും അല്ലേ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയോ മക്കളെ? കളഞ്ഞോട്ടെ മിസ്? ഓക്കെ, എഴുതിയ മക്കളെ? എഴുതി അല്ലേ? എല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത് നമുക്ക് എഴുതാനുള്ളത് എന്താണ്? വാക്യം കണ്ടെത്താം എന്നാണ്. അതിൽ ഒന്നാമത്തത് കൊത്തിപ്പെറുക്കാം എന്നുള്ളത്. ഏതാണ് ശ്രദ്ധിച്ചോ? ആദ്യം ഫസ്റ്റ് പേജ് എടുക്കുക നിങ്ങൾ. അതില് കൊത്തിപ്പെറുക്കാം എന്നുള്ളത് ഏതാണ്? നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം. കണ്ടോ നിങ്ങള്? അതാണ് എഴുതേണ്ടത് അല്ലേ? കൊത്തിപ്പെറുക്കാന്നുള്ളത്. മക്കളെ എല്ലാവരും വേഗം എഴുന്നേക്ക്. നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം. അവിടെയാണ് കൊത്തിപ്പെറുക്കാം എന്നുള്ളത് ആൻസർ. അതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പെട്ടിയിൽ കോളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം അല്ലേ? അപ്പൊ രണ്ടാമത്തെ എന്താ എഴുതേണ്ടത്? നമുക്ക് അടുത്ത് തന്നത് നെന്മണിയാണ്. നെന്മണി. നെന്മണി കണ്ടോ നിങ്ങൾ? 1, 2, 3 മൂന്നാമത്തെ പാരഗ്രാഫിൽ കണ്ടോ? ഫസ്റ്റ് കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. അതാണ് ആ വാക്യം എഴുതേണ്ടത്. എഴുതിയോ? അത് നമ്മൾ എഴുതിയല്ലേ? മൂന്നാമത്തെ പാരഗ്രാഫില് ഫസ്റ്റ് വാക്യം, ആ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. പിന്നെ അടുത്ത ഏതാണ്? ദാഹജലം അല്ലെ? ദാഹജലം. ദാഹജലത്തിന് ഏതാണ് എഴുതേണ്ടത്? കണ്ടോ നിങ്ങൾ? അതേ പാരഗ്രാഫില് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കണ്ടോ? കോഴിയമ്മ. അതേ പാരഗ്രാഫില്, അതായത് 63 പേജ് നമ്പറിൽ ഇപ്പൊ നമ്മൾ വായിച്ച അതേ പാരഗ്രാഫിന്റെ ലാസ്റ്റ് എന്താണ്? ദാഹജലം. ചുവന്ന റെഡിങ്ങിൽ കണ്ടോ ദാഹജലം? ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. അതാണ് എഴുതേണ്ടത്. ദാഹജലം എന്നുള്ളതിന് വാക്യം നിർമ്മിക്കേണ്ടത് അത് വെച്ചിട്ടാണ്. എന്ത്? കോഴിയമ്മ അല്ല, ഏത്? ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പിന്നെ വരുന്നത് അരിയിടിച്ചു എന്നാണ്. അരിയിടിച്ചു. അരിയിടിച്ചു എന്ന് കണ്ടോ? അടുത്ത പേജ് എടുത്തേ എല്ലാ മക്കളും. 64-ാമത്തെ പേജ് കണ്ടോ? അതിൽ കണ്ടോ അരിയിടിച്ചു എന്ന് റെഡിങ്ങിൽ കണ്ടോ? ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ഏത്? കോഴിയമ്മ തനിയെ അരിയിടിച്ചു. അതാണ് നമുക്ക് എഴുതേണ്ടത്. എഴുതിക്കോ എല്ലാ മക്കളും. അത് നോക്കി എഴുതിക്കോ. കോഴിയമ്മ തനിയെ അരിയിടിച്ചു. അതാണ് അരിയിടിച്ചു എന്നുള്ളത് വാക്യം നിർമ്മിക്കേണ്ടത്. കണ്ടോ നിങ്ങള്? 64-ാമത്തെ പേജില് ആദ്യത്തെ ഓ സാരമില്ല എന്ന് തുടങ്ങുന്ന പാരഗ്രാഫില് ലാസ്റ്റ് കോഴിയമ്മ തനിയെ അരിയിടിച്ചു. റെഡിങ്ങിൽ എഴുതിയിട്ടുണ്ടത് അരിയിടിച്ചു എന്ന്.
അത്ര വരെയാണ് നമുക്ക് ആ വാക്യം നിർമ്മിക്കേണ്ടത്, ചെയ്യേണ്ടത് അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? അതുകൂടി എഴുതരാം കേട്ടോ. ഇത് കളിയുന്നേ മക്കളെ. ഓക്കെ, അപ്പൊ നാലാമത് നമുക്ക് എഴുതേണ്ടത് കോഴിയമ്മ തനിയെ അരിയിടിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാ മിസ് ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നാലാമത്തെയാണ് ഇപ്പൊ മിസ് എഴുതുന്നത്. കോഴിയമ്മ തനിയെ, തനിയെ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക്, തനിയെ അരിയിടിച്ചു. അരിയിടിച്ചു. ഓക്കെ, അപ്പൊ 4 വാക്യം 4 പദം വെച്ചുള്ള വാക്യങ്ങൾ നമ്മൾ നിർമ്മിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മൾ കൊത്തിപ്പെറുക്കാന്നുള്ളത് എന്താ എഴുതിയത്? നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം. രണ്ടാമത്തേത് നെന്മണി, നെന്മണിയുള്ള കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. മൂന്നാമത്തെ ദാഹജലം, ദാഹജലം കൊടുക്കാൻ പോലും മക്കളുണ്ടായില്ല. അടുത്ത അരിയിടിച്ചു, ഇത് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ എഴുതിയത് കോഴിയമ്മ തനിയെ അരിയിടിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു വർക്ക് നമുക്ക് കഴിഞ്ഞു. അടുത്ത പേജ് എടുത്തോ, അതായത് പേജ് നമ്പർ 66 എടുക്കുക എല്ലാവരും. അതിന്റെ ശ്രദ്ധിക്കുക, എന്താണ്? ടീച്ചറോട് അല്ല, ആരാ, അടുത്തത് എന്താണ്? ആരാ കുടിവെള്ളം കൊണ്ടുവച്ചത്? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? ആരാ കുടിവെള്ളം കൊണ്ടുവച്ചത്? നീലിമ ചോദിച്ചു. ഇതുപോലെ ആരാ എന്ന് ചേർത്ത് ചോദ്യങ്ങൾ എഴുതുക. ആരാ എന്ന ഫസ്റ്റ് വരുന്ന വിധത്തില് ചോദ്യങ്ങൾ എഴുതണം. എഴുതാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് വേണം, അവിടെ നമുക്ക് ഡോട്ട് തന്നിട്ടുണ്ട്, നല്ലൊരു വലിയ ലൈൻ തന്നിട്ടുണ്ട്. അതിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ആരാ എന്നെ വിളിച്ചത്? എഴുതിക്കോ. ആര് എന്നതില്ലത് ഇല്ലതിന്റെ ഇല്ലതില് രീതിയിലാണ് വരുന്നത് കേട്ടോ. ആരാ, അപ്പോ അതാണിപ്പോ എഴുതുന്നത്. ഒന്നാമത്തത് ആരാ എന്നെ വിളിച്ചത്? ആദ്യത്തെ ലൈനിൽ എഴുതുക. ആരാ എന്നെ വിളിച്ചത് നേടിയിട്ട് എന്തിടണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലെ? ചോദ്യാണ്. അപ്പോ ഇങ്ങനെ എഴുതിയിട്ട് ഒരു കുത്ത്, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്.
ആരാ എന്നെ വിളിച്ചത്? നെക്സ്റ്റ്, ആരാ കരയുന്നത്? നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? ആരാണ് കരയുന്നത് എന്നുള്ള അർത്ഥത്തില് ആരാ കരയുന്നത്? ആരാണ്, ഹൂ എന്ന് ചോദിക്കില്ലേ നമ്മൾ ഇംഗ്ലീഷിൽ? അത് ആരാ കരയുന്നത്? പറഞ്ഞു എഴുതി നോക്കി. ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യു. ആരാ കരയുന്നത്? എന്നിട്ട് എന്തിടണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ആരാ കരയുന്നത്? നെക്സ്റ്റ്, ആരാ കളിക്കാൻ പോയത്? ഇങ്ങനല്ലേ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുക? ആരാണ് എന്ന അർത്ഥത്തിലാണ് ആരാന്ന് എഴുതുന്നത്. നീറ്റിൽ എഴുതണേ. ആരാ കളിക്കാൻ പോയത്? മിസ്സിന് അവിടെ സാലൂല്ലാത്തോണ്ട് താഴെ എഴുതുന്നുണ്ടേ. തീന്ന് പോയത് എന്നുള്ള അർത്ഥത്തിലാണേ. പോയത്. ആരാ കളിക്കാൻ പോയത്? എനിക്ക് എന്തിടണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ആരാ ചോറ് കഴിക്കാത്തത്? അങ്ങനെ ചോദിക്കാറില്ല അല്ലേ? ആരാണ് ചോറ് കഴിക്കാത്തതിന്റെ അർത്ഥത്തിൽ ആരാ ചോറ് കഴിക്കാത്തത് എന്ന് ചോദിക്കും. അടുത്ത് അങ്ങനെ എഴുതാം നമുക്ക്. കഴിക്കാത്തത് ആണേ, തായാണ് മോനെ മക്കളെ. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ മാർക്കിന് താഴെ ഒരു കുത്തിടണേ. ആരാണ് ചോറ് കഴിക്കാത്തത് എന്നുള്ളത്. ആരാ ചോറ് കഴിക്കാത്തത്? ആരാ കുടിവെള്ളം കൊണ്ടുവച്ചത് എന്ന് ചോദിച്ചതുപോലെ നമ്മളിപ്പോ എഴുതി വരുന്നത്. ഓക്കെ, എല്ലാരും എഴുതിയോ മക്കളേത്? അപ്പൊ എത്ര ലൈനാ ഉള്ളത്? നമുക്കിപ്പോ എത്ര എണ്ണായി? 1 2 3 4 5 എണ്ണം വേണം. നമ്മൾ 4 എണ്ണേ എഴുതിയുള്ളൂ. ഇനി ഒന്നുകൂടി എഴുതണം അല്ലേ? ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? ഓക്കെ, വേഗം എഴുതിയല്ലോ. ഗുഡ്. ഐഫുനൽ എഴുതിയല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആരാ എഴുതാത്തേ? ഷഹ്ബറ എഴുതി കഴിഞ്ഞോ? ഷഹ്ബറ എഴുതിയോ? 4 എഴുതിയോ നിങ്ങള്? ഓക്കെ, മിസ്സിനെ കാണി വേഗത്തിൽ എഴുതുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അടുത്ത എഴുതിക്കോട്ടെ. ഇനി എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യത്തെ എഴുതി ഫാത്തിമ KM, അയാൻ വിജേഷ്, നൈല ഷക്കീർ, നീലാഞ്ജന, റയാൻ, നിയ, എല്ലാരും എഴുതി? ഓക്കെ, ഇത് കളിയുന്നേ. ഓക്കെ, അടുത്ത ഒന്നുകൂടി എഴുതാനുണ്ട് നമുക്ക്. എന്താണ്? ആരാ എന്റെ പുസ്തകം എടുത്തത്? 5ാമത്തെ ലൈനിൽ നിങ്ങൾ എഴുതുക. ആരാ. ഇപ്പൊ പഠിച്ചു അല്ലേ എഴുതാൻ?
എഴുതി നോക്കിയ കാണാതെ. ആരാ എൻ്റെ ഇൻ്റെ ആരാ എൻ്റെ പുസ്തകം. പുസ്തകം ബുക്ക് നിലക്കത്തിലാണ്, മലയാളത്തിൽ പുസ്തകം എന്ന് പറയും. പുസ്തകം തായാണേ അതെ ഞാൻ പോലെ പുസ്തകം. ആരാ എൻ്റെ പുസ്തകം എടുത്തത് എന്നാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ നീളത്തിൽ എഴുതിക്കേ, മിസ്സിന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. അടുത്ത ലൈനിൽ എഴുതണ്ട കേട്ടോ, അതിന്റെ നീളത്തിൽ ഇങ്ങ് എഴുതി പോയിക്കോളാം. ആരാ എൻ്റെ പുസ്തകം എടുത്തത്, എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ മാർക്ക് മനസ്സിലായോ? ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ ഇതൊരു ആരാ കുടിവെള്ളം കൊണ്ടുവച്ചത് നീലിമ ചോദിച്ചു, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അതുപോലെ ആരാ എന്ന് ചേർത്ത് ചോദ്യങ്ങൾ എഴുതുക. അതാണ് നമ്മളിപ്പോ എഴുതിയത് 5 എണ്ണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് നമ്മുടെ വർക്ക്? അത് എഴുതി കഴിഞ്ഞു, എല്ലാവർക്കും എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പൊ അടുത്ത എന്താണ്? നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ, എങ്ങനെയെല്ലാം ടീച്ചറോട് പറയുക. അല്ലെ, നമ്മളത് പാഠം തുടങ്ങുന്ന സമയത്ത് ചോദിച്ചാണ് അല്ലേ? എന്തേ എല്ലാവരും പറഞ്ഞു എന്നോട് അമ്മയെ ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പൊ അതിനുശേഷം സഹായിക്കാത്തവരും കൂടെ സഹായിക്കാറില്ലേ? ഉണ്ടോ? എന്താ ചോദ്യം? നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ടോ? ആരൊക്കെയാ സഹായിക്കാറ്? ഓക്കെ, ഇവിടെ ഇഷിക രാജു കൈമുക്കുന്നുണ്ട്, എല്ലാരും കൈമുക്കുന്നുണ്ട്. ഇഷിക എന്തൊക്കെയാ സഹായിക്കുക? ഇഷിക ഏത് ലാസ്റ്റ് വൺ ആണോ? അതെ, ഇനി നിങ്ങള് മിസ് ക്ലാസ് ഇട്ട് തരാ, കണ്ടോ കേട്ടോ? ഇതാ ആരാ എന്റെ പുസ്തകം ലാസ്റ്റ് 5ാമത്തത് ഇതാ നമ്മൾ എഴുതിയത്. എഴുതിയെടുത്തോ. മിസ് ക്ലാസ് ഇട്ട് തരാട്ടോ, അന്നേരം നോക്കി എഴുതണേ. ഇപ്പൊ ഇത് എഴുതിക്കോ. ബാക്കി എല്ലാവരും എഴുതിയോ? മുക്താസിം എഴുതിയോ? മുക്താസിം ഓക്കെ. റസീൻ യൂസഫ് എഴുതിയോ മോനെ? ഓക്കെ. അമൃത എഴുതിയോ? ഓക്കെ. ബിയോണ ഓക്കെ. ആയുഷ് വിവി എഴുതിയോ? ഓക്കെ. ഏബൽ മാത്യു, നിവേദ്യ, വിനോദ്, അമാൻ മാധവ്, ഹാദിയ റാഷിദ് എല്ലാരും എഴുതിന്നാണ് പറയുന്നത്. ഇപ്പൊ നീലാഞ്ജന എഴുതിയോ മോളെ? അയാൻ എഴുതി, അയാൻ വിജേഷ് എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ്. സേറാമെരിയ എഴുതിയോ? ജിയ റോസ്, ഫാത്തിമ KM, ഇഷിക കംപ്ലീറ്റ് ആയോ? ഇഷിക അടുത്തത് നമുക്ക് ക്ലാസ് ഇട്ട് തരാം കേട്ടോ മിസ്, നോക്കി എഴുതണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വർക്ക് ഉള്ളത്. എന്ത് അടുത്തത് ലാസ്റ്റ് വർക്ക് എന്താണ്? നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ, എങ്ങനെയെല്ലാം ടീച്ചറോട് പറയുക എന്നാണ്. നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടെന്ന് കൈപൊക്കി. എങ്ങനെയെല്ലാം സഹായിക്കാറ്? എങ്ങനെയാ സഹായിക്കാറ് ഇഷിക? അടിച്ചു വരാൻ സഹായിക്കാറുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഐഫൂന് എന്താണ് സഹായിക്കാറോ? ഐഫുന എന്താണ് ഇപ്പൊ ഉഷാറില്ലാത്ത ഐഫൂനക്ക്? അതെ അല്ലേ? വേറെ എന്നാ ചെയ്യുവാ? ഇല്ല അല്ലേ? സഹായിച്ചു കൊടുക്കണം എന്തെങ്കിലുമേ.
ഓക്കെ, അത് എഴുതുമൊന്നും വേണ്ട, നമുക്ക് അതാണ് നമ്മുടെ വർക്ക് പറഞ്ഞത്. നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ എങ്ങനെയല്ല എന്നേ ചോദ്യമുള്ളൂ കേട്ടോ. നിങ്ങൾ എഴുതുമൊന്നും വേണ്ട അത്, പക്ഷെ നിങ്ങൾ ചെയ്യണം കേട്ടോ, സഹായിക്കണം. ഓക്കെ, ഐഫുന ഉഷാറല്ലേ ഐഫുന? ആ, എന്ത് പറ്റി, ഒരു സ്മാർട്ട് കുറവ് പോലെ ഇപ്പോ? ഇല്ലല്ലോ, ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പോ ഇനി നമുക്കുള്ളത് എന്താണ്? അടുത്ത പാഠാണ് നമുക്ക് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോഴത്തെ ഈ പാഠം? നമ്മളിപ്പോ പഠിച്ച പാഠത്തിന്റെ പേരെന്താണ്? എന്താണ് ജോയലേ? ജോയലേ, എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? നമ്മ ഇപ്പൊ പഠിച്ച എന്താണ്? പാഠം കഴിയുമ്പോഴൊക്കെ പേരും പറഞ്ഞോ? എന്താ ജോയലേ നമ്മള് പഠിച്ച പാഠത്തിന്റെ പേര്? ആർക്കൊക്കെ അറിയാ? എന്താണ്? വെരി ഗുഡ്, ഓർമ്മയുണ്ട് അല്ലെ? കോഴിയമ്മയും മക്കളും. കോഴിയമ്മയും മക്കളും എന്ന പാഠാണ് നമ്മൾ പഠിച്ചത് അല്ലെ? എല്ലാവർക്കും കോഴിയമ്മയാണ് ചെയ്തത്. നെല്ല് പറക്കിയെടുത്തു അല്ലെ, നെല്ല് കുത്തി, അരിയിടിച്ചു, അപ്പം ചുട്ടു ഒക്കെ ചെയ്തതിന് ശേഷം അപ്പത്തിന്റെ മണം വരുമ്പോ എന്ത് ചെയ്തു? മക്കളെ വായില് വെള്ളൂറി അല്ലെ? അപ്പോ കോഴിയമ്മ അപ്പം മക്കൾക്ക് കൊടുത്തോ അല്ല കൊടുക്കാതിരുന്നോ? എന്താ ചെയ്ത റയാനെ? എന്താ റയാനെ ചെയ്ത് നമ്മുടെ കഥയില്? കോഴിയമ്മ അപ്പം മക്കൾക്ക് കൊടുത്തോ? റയാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തടാ. റയാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നീയ എന്താ ചെയ്ത മോളെ? നീയ കൊടുത്തു അല്ലേ? എന്നാലും മക്കൾ ഒന്നിനും ഹെൽപ്പ് ചെയ്തില്ല, എന്നാലും മക്കൾക്ക് അമ്മ അപ്പം കൊടുത്തു അല്ലെ കോഴിയമ്മ? ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചത്. അതിൽ നിങ്ങളെ കുറച്ച് ടഫില്ല വേർഡ്സ് എന്തൊക്കെയാണ്? കൊത്തിപ്പെറുക്കാം, നെന്മണി, ദാഹജലം. റെഡിങ്കിൽ എഴുതിയുണ്ടോ? അതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. നമ്മുടെ 2 ലൈൻ ബുക്കിൽ ആ റെഡിങ്കിൽ എഴുതിയതൊക്കെ, അതിൽ കുറച്ച് ടഫില്ല വേർഡ്സ് ഒക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതണം. ഓക്കെ, എല്ലാവരും എഴുതണം. അതുപോലെ ആ പാഠം നല്ലതുപോലെ വായിച്ചു നോക്കണം വീട്ടിൽ നിന്ന് കേട്ടോ. വായിച്ചു നോക്കുവോ? വായിക്കൂ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് അത് പഠിച്ചിട്ട് വരണം എഴുതേണ്ടതേ. അത്രയും വേർഡ്സുകൾ നിങ്ങൾ പഠിച്ചിട്ട് വരണം. അതുപോലെ നമ്മളെ കഴിഞ്ഞ അതിനു മുന്നേ പഠിച്ചേതാ? ഒന്നിച്ചൊന്നായി മുന്നേറാം. അതൊക്കെ നമുക്ക് പഠിക്കണേ. നിങ്ങൾ വായിക്കുകയും വേണം. അടുത്ത ലാസ്റ്റ് നമുക്ക് പാഠം എടുക്കേണ്ട എന്താണ്? പാഠം 19 കസേര കളി എന്നാണ് പാഠത്തിന്റെ പേര്. എന്താണ് പേര്? എന്താണ് ഹാദിയ പേര്? കസേരകളി. കസേരകളി. അപ്പൊ കസേരകളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്. എവിടുന്നാ കണ്ടത് ഹാദിയ? കസേരകളിക്ക് കൂടിയിട്ടുണ്ടോ മോള്? അല്ല ഉമ്മയാണോ കൂടിയിട്ടുള്ളത്? ഞാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഹാദിയക്ക്? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ കസേര കളി കാണാത്തവരുണ്ടോ നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും? കസേര കളി എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? മ്യൂസിക്കൽ ചെയർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, ഒരു പാട്ട് വെക്കൂ അല്ലേ? എന്നിട്ട് കസേര കുറേ എണ്ണം വെക്കൂ. എന്നിട്ടോ എത്ര ആളാ ഇല്ല വെച്ചാൽ ഒന്ന് കുറവായിരിക്കും അല്ലേ? എന്നിട്ട് ഓടിയിട്ട് ആ പാട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കണം അല്ലെ? കസേര കിട്ടാത്തവർ എന്ത് ചെയ്യും? ഔട്ടാവും. അതാണ് കസേര കളി അല്ലേ? നിങ്ങൾ അതുപോലെ ക്യാപ്പ് വെച്ചിട്ടുള്ള കളിയുണ്ട്, മ്യൂസിക്കൽ അല്ലേ? ക്യാപ്പ് അതെങ്ങനെയാ? അതും ഇതേ ടൈപ്പാണ്. അപ്പൊ കസേര കളിയാണ് ഇവിടെ നമ്മുടെ പിക്ചറിൽ കാണുന്നത് അല്ലേ? കസേരക്ക് ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ട് മെല്ലനെ അല്ലേ? അപ്പൊ കസേര കിട്ടാത്തവർ എന്ത് ചെയ്യും? പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കസേരയിൽ ഇല്ലാത്തവർ പുറത്താവും. ഇതാണ് കസേര കളി. അപ്പൊ കസേര കളിയെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ മിസ് ഒന്നിത് വായിക്കുക, അതിനെ നമുക്ക് സമയമുള്ളൂ, ഒരു 4 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് നോക്കാം നമുക്ക്.
സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. ശ്രദ്ധിക്കണം വായിക്കുമ്പേ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മേ, ഞാൻ ജയിച്ചു, എനിക്കാ ഒന്നാം സമ്മാനം, അമ്മ ചോദിച്ചു. അപ്പൊ എനിക്കാ ഒന്നാം സമ്മാനം ആതിര പറഞ്ഞു. അമ്മ ചോദിച്ചു, എങ്ങനെയാ എൻ്റെ മോൾ ഒന്നാമതായത്? അതേ, ഇന്ന് സ്കൂളിൽ കസേരകളി ഉണ്ടായിരുന്നു, ഞാനാ അതിൽ ജയിച്ചത്, സമ്മാനവും കിട്ടി. നന്നായി, എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. വൈകുന്നേരം കസേരകളി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ വട്ടത്തിൽ കുറേ കസേരകൾ വച്ചിരുന്നു. ഞങ്ങളെ അതിനു മുമ്പിൽ നിർത്തി. പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം. പിന്നോട്ടോടരുത്, അല്ലേ? പിന്നോട്ടോടരുത്. ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടാത്തയാൾ കളിയിൽ നിന്നും പുറത്താകും. പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല. അവൾ പുറത്തായി. ഒരു കസേര എടുത്തു മാറ്റി കളി തുടർന്നു. വീണ്ടും പാട്ട് വെച്ചു. ഇത്തവണ അഭിനവാണ് പുറത്തായത്. ഒടുവിൽ ഞാനും വീണയും മാത്രമായി. കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്റ്റൂളിൽ ഇരുന്നു. വീണ പുറത്തായി. അങ്ങനെയാണ് ഞാൻ ഒന്നാമതായത്. കുട്ടികൾ കൈയടിച്ചു. ടീച്ചർ സമ്മാനവും തന്നു. അമ്മ ആതിരയെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. ഇത്രയാണ് നമ്മുടെ കഥ, അല്ലെ? കസേരകളി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോ? എന്തൊക്കെയാണ് പറഞ്ഞത്? സ്കൂളിൽ നിന്നും വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മയെ വായിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അതിനെ ഒന്നുകൂടി ഇത് വായിക്കുന്നതേ. അമ്മേ, ഞാൻ ജയിച്ചു, എനിക്കാ ഒന്നാം സമ്മാനം. അമ്മ ചോദിച്ചു, എങ്ങനെയാ എൻ്റെ മോൾ ഒന്നാമതായത്? അതേ, ഇന്ന് സ്കൂളിൽ കസേരകളി ഉണ്ടായിരുന്നു, ഞാനാ അതിൽ ജയിച്ചത്, സമ്മാനവും കിട്ടി. നന്നായി, എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. വൈകുന്നേരം കസേരകളി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ വട്ടത്തിൽ കുറേ കസേരകൾ വച്ചിരുന്നു. ഞങ്ങളെ അതിൽ മുമ്പിൽ നിർത്തി. പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം. പിന്നോട്ടോടരുത്. ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടാത്തയാൾ കളിയിൽ നിന്ന് പുറത്താകും. പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല. അവൾ പുറത്തായി. ഒരു കസേര എടുത്തു മാറ്റി കളി തുടർന്നു. വീണ്ടും പാട്ട് വെച്ചു. ഇത്തവണ അഭിനവാണ് പുറത്തായത്. ഒടുവിൽ ഞാനും വീണയും മാത്രമായി. കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്റ്റൂളിൽ ഇരുന്നു. വീണ പുറത്തായി. അങ്ങനെയാണ് ഞാൻ ഒന്നാമതായത്. കുട്ടികൾ കൈയടിച്ചു. ടീച്ചർ സമ്മാനവും തന്നു. അമ്മ ആതിരയെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. അപ്പൊ കസേരകളിൽ ഒന്നാമതായത് ആരാ? ആതിര, അല്ലേ? ആതിരയല്ലേ നമ്മുടെ ഒന്നാമതായത്, അല്ലേ? എന്താ ബിയോണ എന്തിനോ മിസ്സേ വിളിക്കുന്നുണ്ടല്ലോ. പറഞ്ഞോ ബിയോണ. തീരാനായല്ലോ, നമ്മുടെ എക്സാമും വരാറായല്ലോ. 22 നമ്മുടെ എക്സാം ആണല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പാഠം കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓരോ പാഠവും ഇങ്ങനെ ഡിക്റ്റേഷൻ ഇട്ടിട്ട് പഠിക്കാം, അല്ലേ? അത്രേ ഇനി സമയമുള്ളൂ മക്കള്. ഓക്കെ അല്ലേ? 22-ാം തീയതി നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുവേ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കണേ കേട്ടോ. എല്ലാരും പഠിച്ചോ? എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞോ?